അവർക്ക് നമ്മളെ കുറിച്ചുള്ള വിവരം കിട്ടിയെന്നാ തോന്നുന്നേ. ആ ഗിഫ്റ്റോടെ പോയി. ഇതെവിടുന്ന? അടുത്ത ഫ്ലാറ്റിൽ അങ്കിള് തന്നതാ മമ്മി. അടുത്ത ഫ്ലാറ്റിൽ അങ്കിളോ? അവിടെ എന്തിനാ പോയത്? ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ അങ്കിളിന്റെ അടുത്ത് പോവില്ലേ, അതുകൊണ്ടാ അങ്കിളിന്റെ അടുത്ത് പോയത്. ഇതെന്താ സിഗരറ്റിന്റെ സ്മെല്ല് വരുന്നത്? അങ്കിള് സിഗരറ്റ് വലിക്കുന്നുണ്ടാവും. ഓഹോ, വീണ്ടും വലിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്കിളിന്റെ മമ്മിക്കറിയോ? വല്ലവരും തരുന്നൊക്കെ വാങ്ങുന്ന എന്തിനാ? പഠിത്തത്തിൽ ഒരു ശ്രദ്ധയില്ല നിനക്ക്, അതുകൊണ്ടല്ലേ മാർക്ക് ഇങ്ങനെ കുറഞ്ഞത്. ഇനി ഫ്ലാറ്റ് തോർന്ന് ഇറങ്ങിയ കൊന്നുകളയും ഞാൻ. കണ്ണാ, മമ്മിയും മോനും ഭയങ്കര ഇഷ്ടമല്ലേ? മമ്മിയും മോനും ഫ്രണ്ട്സ് അല്ലേ? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാ മമ്മിക്ക് ദേഷ്യം വരില്ലേ? ഇല്ലേ മോനു? മോൻ എന്ത് വേണമെങ്കിലും മമ്മി വാങ്ങിത്തരില്ലേ? മോനെ ഇന്നലെ കിഡ്സ് വേൾഡിൽ കൊണ്ടുപോയി. നെക്സ്റ്റ് സൺഡേ എക്സിബിഷന് പോവും. അവിടുന്ന് മമ്മി എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. എന്റെ മോനിത് തിരിച്ചു കൊടുക്കണേ. കൊടുക്കില്ലേ? കൊടുക്കോ? ഐ ലവ് യു ഡാ കണ്ണ. സേ മമ്മി ഐ ലവ് യു. എനിക്ക് സന്തോഷമായിടാ. നിന്നെ ഇങ്ങനൊന്ന് കണ്ടിട്ട് എത്ര കാലമായി. നീ എവിടുന്നാ വരുന്നത്? സ്കൂളിന്ന്. പിന്നെ നിന്റെ ബാഗ് എങ്ങനെ ഇവിടെ വന്നു? നുണ പറഞ്ഞതാണല്ലേ? എവിടുന്നാ നീ ഇങ്ങനെ നുണ പറയാൻ പഠിച്ചത്? മമ്മീന്റെ അടുത്തുനിന്നാ. ഞാൻ നുണ പറഞ്ഞെന്നോ? 5 വർഷമായി പറഞ്ഞോണ്ടിരിക്കല്ലേ. അടുത്ത വീട്ടിലെ അങ്കിൾക്കും നമുക്ക് ശരിക്കും റിലേഷൻ ഇല്ലെന്ന് പറഞ്ഞല്ലോ, അത് നുണയായിരുന്നില്ലേ? ഇത്ര നാളും എന്റെ ഡാഡി അമേരിക്കയിലാണെന്ന് പറഞ്ഞു, അത് നുണയാണോ അല്ലയോ? നിർത്തുന്നുണ്ടോ? നീ വിചാരിക്കുന്ന പോലെ നിന്റെ ഡാഡി അത്ര നല്ലവനൊന്നുമല്ല. എന്നാ ഡാഡി പറഞ്ഞത് മമ്മി വളരെ നല്ലതാണെന്നാ. അടുത്ത വീട്ടിലെ അങ്കിൾക്കും നമുക്ക് ശരിക്കും റിലേഷൻ ഇല്ലെന്ന് പറഞ്ഞല്ലോ, അത് നുണയായിരുന്നില്ലേ? ഇത്ര നാളും എന്റെ ഡാഡി അമേരിക്കയിലാണെന്ന് പറഞ്ഞു, അത് നുണയാണോ അല്ലയോ? ഇത്രയും നാളും അകന്നിരുന്നിട്ട് എന്തിനാ ഇപ്പൊ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് വന്നത്? എല്ലാം നിനക്കാണല്ലോ സംഭവിക്കുന്നെന്ന് ഞാൻ ഓർക്ക. ഏത് സ്റ്റേജിലായിപ്പോ? അഡ്വാൻസ്ഡ്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം.
ഡോണ്ട് ബോദർ. ഐ നോ നിങ്ങളിപ്പോൾ ഫ്ലാറ്റ് കാലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ 204 ഒരു കാരണമാണ്. എന്താ ശരിയല്ലേ? ആ ചോദിക്കട്ടെ, മടിക്കാതെ പറ, എന്താ വേണ്ടത്? അവൻ്റെ കൈ വേണോ, കാല് വേണോ? കൈയും കാലും എടുക്കണോ, അതോ ജീവൻ തന്നെ വേണോ? ഡിസൈഡ് ഡിസൈഡ് ഡിസൈഡ്. ഫ്ലാറ്റ് കാലി ചെയ്യിച്ചാ മതി. അവനെ കൊണ്ട് ഫ്ലാറ്റ് കാലി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പേര് VR ബാസി എന്നല്ല, പേര് മാറ്റി ഞാൻ. എൻ്റെ അപ്പാർട്ട്മെന്റിൽ പുതുതായി താമസത്തിന് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അവനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്തിനാ കയറ്റി താമസിപ്പിച്ചത്? സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്യും. എൻ്റെ സ്വഭാവത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ മർഡർ ചെയ്തു പോകുമോ എന്നൊരു ടെൻഷൻ. അപ്പൊ ശല്യം തീരുമല്ലോ. എൻ്റെ കൈ കൊണ്ടത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫ്ലാറ്റിലുള്ളവർക്കെല്ലാം നാഥനില്ലാതായി പോയില്ലേ? അതുകൊണ്ടാണ് ആ അവസരം നിനക്ക് തരുന്നത്. അവന്റെ ഫോട്ടോ ഇട്. ഫോട്ടോയോ? ഛീ, ആ പഴയ സ്റ്റൈൽ തന്നെ ഇപ്പോഴും അല്ലേ? ആ കള്ളി ലുങ്കിയും സിന്ദൂര കുറിയും വായിൽ മുറുക്കാനും മാറണം. എവിടെ ഉണ്ടാവും? വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിന്റെ അടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ അപ്പാർട്ട്മെന്റ്സിലുണ്ടാവും. ദ അഡ്വാൻസ്. സാർ ഫോൺ. ആ പറഞ്ഞോ. അണ്ണാ അണ്ണാ, അവൻ ഇവിടെ തന്നെ ഉണ്ടെണ്ണ. നമ്മുടെ സിറ്റിയിലോ? മമ്മി ആ ടെഡി ബിയർ വേണം. ഇതോ? ആ ടെഡി പേരെടുക്കും. ഇതാണോ മാഡം? 150. ആ ശരി ശരി, ഇതല്ലേ? അതെ അതെ. എടുത്തോ. റെഡി? യെസ് യെസ് യെസ്. ഹർഷ! 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 മോനെ! മമ്മി വിഷമിക്കുന്നതാ മോനെ. വിഷമിക്കട്ടെ, എന്നെ മമ്മി കുറെ വിഷമിപ്പിച്ചല്ലേ. ഡാഡി, നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? ഓക്കെ. ഡാഡിക്ക് ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, അതെന്താ? അലർജിയാ. എന്നാ എനിക്കും വേണ്ട. ഡാഡി ഡാഡി, അവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് പോയി കളിക്കാമോ? ഓക്കെ. മോനെ ഹർഷ! Hey, come on. Yes, that's my boy. മമ്മി, എനിക്ക് ഡാഡിയെ വേണം. ഡാഡിയാ? എനിക്ക് മമ്മിയും വേണം ഡാഡി. മമ്മിയും ഡാഡിയും രണ്ടുപേരെയും വേണം. ഗുഡ് മോർണിംഗ് സാർ. എന്താ മാറ്റർ? ബില്ല്. എന്ത് ബില്ല്? അല്ല, സാറിന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു? അതിന് ഞങ്ങളൊരു പാർട്ടി നടത്തിയിരുന്നു സാർ. എത്രയായി? 8,999 രൂപ 99 പൈസയേ ആയുള്ളൂ സാർ. എന്താ ബാറ്റർ റേറ്റാ? അത് ബാർ റേറ്റാണ് സാർ. സാമ്പ്രാണത്തിന് 16 രൂപയോ? അതെന്തിനാടാ? നമ്മുടെ പ്രദീപിന് മദ്യത്തിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. മണം അറിയാതെ കുടിക്കാൻ വേണ്ടിട്ടാ. എന്നാ പിന്നെ ഗ്ലാസ്സിൽ കലക്കി കുടിക്കാൻ പറ, ചൊവ്വറിയില്ല. പിന്നെയും ബില്ലോ? ഇതെന്തിന്റെ? സാറ് ഹണിമൂണിന് പോയതിന്റെ. ഞങ്ങൾ ഹണിമൂണിന് പോയത് നിങ്ങൾ പാട്ട് എടുത്ത് എന്തിനാടാ? മുതലാളി എൻജോയ് ചെയ്യുമ്പോൾ പാവം സ്റ്റാഫുകൾക്ക് എന്റർടൈൻ ചെയ്യണ്ടേ സാർ? ഇനിയുണ്ടോ? ഇതെന്തിന്റെ? സാർ ഞങ്ങളെ ഗൃഹപ്രവേശനത്തിന് വിളിച്ചില്ലല്ലോ. അതിന്റെ പേരിൽ നിങ്ങൾ പാട്ട് എടുത്തില്ലേ? അതെ സാർ. അത് ശരി. ഇങ്ങ വാ. എന്താ സാർ? അപ്പോഴേ സാർ, മുതലാളി ജോലി ചെയ്യുമ്പോ സ്റ്റാഫും ജോലി ചെയ്യണ്ടേ? അയ്യോ, തീർച്ചയായിട്ടും വേണം സാർ. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ചെല്ല് ചെല്ല്. ബില്ല് നോക്കിക്കോളാം, ചെല്ല്. ശരി സാർ. ചെല്ല്. ഹലോ, എന്ത് പറ്റി വസു? അത് അളിയനോടെ? കൺഗ്രാറ്റ്സ് പറയളിയാ.
എന്താ നിന്റെ കല്യാണം ഉറപ്പിച്ചോ? ആളിയെ ശരിക്കും കല്യാണം കഴിപ്പിക്കേണ്ടവൻ വരാൻ പോവല്ലേ? ആ പണ്ടിമേളം പട്ടും കുത്തും പഞ്ചവാദ്യ തപ്പുന്നെങ്കിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടും. ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ. ആരെ ആളിയാ? അമ്മയോടാ. ആളിയാ ഇതൊക്കെ ഫോണിലൂടെയാണോ? നേരിട്ട് എന്ന് പറയുന്നല്ല എന്റെ മര്യാദ. കറക്റ്റ്. Yeah. യെസ്. ഇതെന്താ ആളിയാ? ഇവനിപ്പോ വന്നതിനാ? വാടാ മക്കളെ, ഇവിടെ നടന്നതൊന്നും നീ അറിഞ്ഞില്ലല്ലോ. എന്റെ മോൻ ചെയർമാൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരെ എല്ലാം അവന്മാര് പിടിച്ചോണ്ട് പോയി. മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, അവന്മാര് നശിച്ചു പോകത്തേ ഉള്ളൂ. കളക്ടർ സാറേ, ഈ ഇലക്ഷൻ ക്യാൻസൽ ചെയ്യണം. എന്തിന്? ദയവ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. എന്താ, ഞങ്ങൾക്ക് മെജോറിറ്റി ഉണ്ടെന്നുള്ള ഭയവാ? അല്ല, ഇത് നിങ്ങൾ നേരായ മാർഗത്തിൽ നേടിയ മെജോറിറ്റി അല്ല, കിഡ്നാപ്പ് ചെയ്ത് നേടിയെടുത്ത മെജോറിറ്റിയാ. ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തതല്ല, അവരായിട്ട് വന്നതാ. എന്താ? ജിതേന്ദ്ര, മര്യാദയ്ക്ക് ഞങ്ങളുടെ ആളുകളെ വിട്ടതാ. ഇല്ലെങ്കിലോ? വിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ അങ്ങ് കൊല്ലുവോ? ഡാ, ആ വാളിങ്ങെടുക്ക്. ഇന്നാടോ, പിടിച്ചോ, കൊല്ലണോ? വെട്ടിയാൽ തല ഉടലും രണ്ടാക്കണം. രണ്ടാമതൊരു വെട്ട് വെട്ടാണ്ടി വരരുത്. ജിതേന്ദ്ര, നീ സഞ്ചരിക്കുന്നത് ശരിയായ മാർഗത്തിലൂടെ അല്ലെന്ന് ഓർക്കണം. അതറിയാലോ. എന്നാ വേഗം പൊറ്റോ, ഇല്ല ഇവിടുന്ന് ജീവനോടെ പോവില്ല. വേഗം പോണോ? സമാധാനപ്പെട്, ഞാനൊന്ന് സംസാരിക്കട്ടെ. വെട്ടും കുത്തും ഒക്കെ എന്തിനെങ്കിലും പരിഹാരമാണോടാ? എന്തിനാ വർമ്മ സാറേ ഈ പ്രശ്നങ്ങളൊക്കെ? അവൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. എന്തിനാ വെറുതെ ചാവാൻ നിൽക്കുന്നത്? അതൊക്കെ പോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ ആൾക്കാരെ എനിക്ക് വിട്ടുകിട്ടണം. നിങ്ങളുടെ ആൾക്കാരോ? അവര് ഞങ്ങളുടെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നവരാണെന്നാ വിചാരിച്ചത്. നിങ്ങളുടെ ആൾക്കാരാണെ കൊണ്ടുപോയിക്കോ. ഒന്ന് മാറി നിക്കടാ, കൊണ്ടുപോട്ടെ. എണീറ്റ് പൊയ്ക്കോന്നേ. നിങ്ങൾ ആൾക്കാർക്ക് ആഹാരം കൊടുത്ത് അണികളാക്കാൻ നോക്കുന്നു. എന്നാ ഞാൻ ഭയപ്പെടുത്തിയാണ് അവരെ അണികളാക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ നയത്തിനും എൻ്റെ രാഷ്ട്രീയ നയത്തിനും അതാണ് വ്യത്യാസം. ഈ നാടിന് ആവശ്യം ഞങ്ങളുടെ ഭരണമാ. ഇവിടെ തലയിൽ ആദർശവും കൊണ്ട് നടക്കുന്നവരൊന്നുമല്ല, തല അറുത്തെടുക്കാൻ അറിയാവുന്നവരാ ഭരിക്കേണ്ടത്. എന്തു വെച്ചിടാ? എന്തിനാ പല്ലിങ്ങനെ കടിച്ചു പൊട്ടിക്കുന്നേ? കൈയും ചുരുട്ടി പിടിച്ചിട്ടുണ്ടല്ലോ. നിന്നെയാണോടാ ഇവിടെ നമുക്ക് ദൂരെ സിറ്റിയിൽ കൊണ്ടുവിട്ട് പഠിപ്പിച്ചത്? എന്താടാ നിന്റെ പേര്? എന്തായാലും എന്ത്, നിന്റെ തന്ത വളരെ ബുദ്ധിയുള്ളവനാ. നീ ഒരുത്തനെങ്കിലും ബാക്കി ഉണ്ടാവാനാ അങ്ങ് ദൂരത്തൊക്കെ വിട്ട് പഠിപ്പിക്കുന്നത്. അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വല്ല കയ്യാൻ കളിക്കാൻ പറ്റി ഇറങ്ങി പുറപ്പെട്ടാലുണ്ടല്ലോ, തിരിച്ചു വരാത്തത്ര ദൂരത്തിൽ എത്തിക്കുന്നു. ഓർത്തോ? എടോ കളക്ടറെ, ഇലക്ഷൻ തുടങ്ങേണ്ട ടൈമായില്ലേ? തുടങ്ങാം സാർ. വരണടാ, വാടാ, വാ പോ. പോയി വേറെ വല്ല പണി നോക്ക്. ഈ ജെപിയോട് കളിച്ച് ജയിക്കണമെങ്കിൽ ഇനി നീ 10 ജന്മം എടുക്കണം. എടാ, വർമ്മ സാറും അണികളും പോകുന്നത് കണ്ടില്ലേ? ഒരു യാത്രയപ്പ് കൂട്. നമ്മുടെ ചെലവിൽ എല്ലാവർക്കും ഓരോ സോഡ കൂടി വാങ്ങിച്ചു കൊടുത്തു വിട്ടേക്ക്. ആ ചെറുക്കൻ ഒരു ജ്യൂസ് ആയിക്കോട്ടെ.
നീ അതൊന്ന് ശ്രദ്ധിക്കേണ്ട തുളസി. വാ വാ. ചെയർമാൻ സ്ഥാനത്തേക്ക് ജിതേന്ദ്രൻ സാറിന്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. ഇതിനെ അനുകൂലിക്കുന്നവരൊക്കെ കൈവക്ക്. അവന്മാരോട് തോറ്റു കൊടുത്തത് മോശമായി പോയി. അതെനിക്കും അറിയാമടാ. പക്ഷെ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ആവേശം കൊണ്ട് എടുത്തു ചാടിയാൽ നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരുടെ കുറെ ശവങ്ങൾ അവിടെ വീഴുമെന്ന് അറിയാവുന്നത് കൊണ്ടാ തിരിച്ചു പോവാന്ന് ഞാൻ പറഞ്ഞത്. വണ്ടി നിർത്തടാ.